ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സന്ധിവേദനയെ കുറിച്ചിട്ടാട്ടാ. അപ്പോൾ എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഞാൻ ഇപ്പം ഇന്നത് സന്ധിവേദനയുടെ ഞാൻ ഇന്നെ തന്നെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ബേക്കറിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ രാവിലെ 8 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 5:30 വരെ നിന്നിട്ടുള്ള പണിയാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ 6 മാസമായിട്ടാണ് പോയത്. കാലിൻ്റെ പൊറാടി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേന് വീർത്തിട്ട് നല്ല അങ്ങനെ വീർത്ത് വരും കേട്ടോ. നീര് വന്നിട്ട് 2 കാലും കൂടുതലൊരു കാലായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ നിർത്തിയല്ലോ. പിന്നെ അവിടെയൊക്കെ ഈ വെയിറ്റ് ഉള്ളതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര കൈ ജോയിൻ്റൊക്കെ ഫസ്റ്റിൽ ഈ കൈയിൻ്റെ ജോയിൻറ്റിൻ്റെ വേദന ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ ഇവിടെ അടുത്താണ് റേഷൻ കട, എന്നാലും റേഷൻ കടയിൽ നിന്ന് ഒരു 8 കിലോ അരി ആട്ടാ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ഈ കൈ ഇങ്ങനെ നീരില്ല, വലിയ നീരുള്ളൂ. പിന്നെ നമ്മൾ ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോൾ കാലിൻ്റെ മുട്ട് നീരില്ല, അങ്ങനെ അങ്ങനെ നിർത്തി വരുമ്പോഴത്തെ ജീവൻ പൂട്ടാ. തീരെ സഹിക്കാൻ പറ്റാതെയായപ്പോൾ ജോയിൻറ്റിലൊക്കെ ഇട്ടാ കയ്യിൻ്റെ മുട്ട്, 2 കയ്യിൻ്റെ മുട്ടും പിന്നെ കാലിൻ്റെ മുട്ട്, പിന്നെ കാലിൻ്റെ ഒടിഭാഗം അവൾക്കും കൂടുതൽ മുട്ടിനാട്ടാ. കൂടുതൽ കയ്യിൻ്റെയും കാലിൻ്റെയും മുട്ടിനാണ് വേദന. അതുപോലെ ഈ ജോയിൻറ്റ് അങ്ങനെ തീരെ സഹിക്കാൻ പറ്റാതെ പിന്നെ നമുക്ക് എന്തെങ്കിലും കോഴിക്കൂട്ടിലൊക്കെ വല്ല കോഴിമുട്ട ഉണ്ടാകും നോക്കാനെങ്കിലും ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ടൊക്കെ ഇങ്ങനെ നോക്കാനും ഒന്നിനും എനിക്ക് പറ്റണില്ലാത്തൊരവസ്ഥയായിട്ടാണ്. അങ്ങനെ ഇവിടെ പനമ്പാട് തന്നെ ഒരു മരുന്ന് കടയിൽ ഒരു ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കാണിച്ച് അപ്പോൾ പറഞ്ഞിട്ടാ അത് വാദത്തിൻ്റെയാണ്. അപ്പോൾ ഒരു 10 ദിവസത്തേക്ക് മരുന്നിന് 1000 രൂപയായിട്ടാണ്. 2 പ്രാവശ്യമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പോയില്ലട്ടാ. എന്താ വെച്ചാൽ നമുക്ക് പറ്റുമോ ആഴ്ചയിൽ ഇങ്ങനെ മരുന്ന്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് മിനിമം ചാർജുള്ളൂ കേട്ടോ അവിടെ ആയുർവേദ ഡിസ്പെൻസറി, നല്ല ഡോക്ടറാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ ആഴ്ചയിൽ പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കഷായം, അരിഷ്ടം, തൈലം, എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാര്യമായിട്ട് ഈ തൈലം തേക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ മോളും പോവും, ആരും ഉണ്ടാവില്ലല്ലോ. നമ്മൾ തൈലൊക്കെ ഒന്ന് തേക്കാതിരുന്നാലാവും ആരെങ്കിലും വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുക. ആളില്ലാച്ചിട്ട് പോവില്ല, പിന്നെ അടിച്ചുകൊണ്ടിരിക്കും, വല്ല അത്യാവശ്യക്കാരും ആവും. അപ്പം അതിന് ഞാൻ മെനക്കെടില്ല കേട്ടാ തൈലം തേക്കാം. പിന്നെ മടിയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ വേറെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അതിനായിട്ടിരിക്കുക. അങ്ങനെ അരിഷ്ടം കുടിക്കും, കഷായം വെക്കും, പിന്നെ ഗുളിക അവിടെ തന്നെ ഗുളിക തരും. പിന്നെ എനിക്ക് കയ്യിൻ്റെ അടി ഭയങ്കര തരിപ്പായിരുന്നു, അതിന് പുറത്തേക്ക് ഗുളിക എഴുതി തരും. അപ്പോൾ അത് മേടിച്ചവർ അങ്ങനെ 4-5 മാസമൊക്കെ ഇങ്ങനെ 3-4 മാസമൊക്കെ കഴിച്ചിട്ട് ആഴ്ചയിൽ ഇങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും പോകും. ചില ദിവസം തിരക്കുണ്ടാവും, ചില ദിവസം തിരക്കുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചിട്ട് ദിവസം തിരക്കില്ലാത്തൊരു ദിവസം ഞാൻ ചോദിച്ചു ഇതിങ്ങനെ. അപ്പോൾ എനിക്ക് കുറഞ്ഞു കിട്ടാ, നല്ല ആശ്വാസമായി, പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിങ്ങനെ മാറില്ലേ ചോദിച്ചപ്പോൾ പിന്നെ സാവധാനം മാറുള്ളൂ, കുറച്ച് മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വേദന ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എല്ലാ ജോയിൻറ്റിലും നീർക്കെട്ടാണ് കേട്ടാ. ഈ നീർക്കെട്ടാണ് നമുക്ക് ഈ ഉള്ള കാരണമാണ് ഈ വേദന. അത് സന്ധിവാദം കുറച്ചും കൂടി പ്രായമായവർക്ക് സന്ധിവാദം, നമുക്ക് സന്ധിവേദന. അപ്പോൾ സന്ധിവാദം തന്നെയാണ് ഈ സന്ധിവേദന. അങ്ങനെ പിന്നെ ഇപ്പം എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് അപ്പോൾ ഇത് ഈ നീര് പോവാനും എന്താ ചെയ്യുക, പൂർണ്ണമായിട്ട് പോവില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞ്. അപ്പോൾ താൻട്ട പറഞ്ഞത് ഈ വയൽച്ചുള്ളി, മിക്ക ആളുകൾക്കും അറിയണ്ടാവില്ലേ, വയലിലാണ് ഉണ്ടാവുക മുള്ളായിട്ട് ഇങ്ങനെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വയൽച്ചുള്ളി അല്ലെങ്കിൽ ചെറുള എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മളെ തിരുനാവായ പോയാലും ബലികർമ്മങ്ങളിലൊക്കെ അതാവും പൂവിന് ഉപയോഗിക്കുക. ചെറുള അല്ലെങ്കിൽ വയൽച്ചുള്ളി ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ.
പക്ഷേ ആ ടൈമിലൊന്നും ഈ പാടൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കുക, വയൽ ചുള്ളി പോയിട്ട് വയൽ തന്നെ ഉണങ്ങി കിടക്കുന്ന ടൈം വരുന്നിട്ടാ. പിന്നെ ഞാൻ അതിന് മെനക്കെട്ടില്ല. അപ്പോൾ ഇപ്പം ഈ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കല്ലേ. അപ്പം അന്ന് നമ്മൾ പോയ പാടത്തിനേക്കാളും കൂടുതൽ ഈ ഭാഗത്തൊരു പാടമുണ്ട്, അവിടെയാണ് ഞാൻ കൂടുതൽ ഇത് കണ്ടത്. അപ്പം ഇന്നത് പോയിട്ട് പൊട്ടിക്കണം. അപ്പം ഈ ദിവസം കുറച്ച് ഈ വയൽച്ചുള്ളി ചെറുള അങ്ങനെ കിട്ടാനില്ല കേട്ടാ. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ അറിയാത്തവർക്ക് കാണിച്ചു തരാൻ മാത്രം ഒരെണ്ണം അങ്ങനെ അവിടെ വെക്കുന്നുണ്ട്, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ വയൽച്ചുള്ളി പോയിട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നോ ദിവസം കുറേശ്ശെ കുറച്ച് 3-4-5 മുറിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ 2 ദിവസത്തേക്കുള്ളതൊക്കെ. അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ, നീര് ഒഴിഞ്ഞു പോകാൻ ഏറ്റവും നല്ലതാണ് ഈ വയൽച്ചുള്ളി വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്ന്. അപ്പോൾ ഈ പ്രായമായ ആൾക്കാരൊക്കെ, അതായത് എൻ്റെ അച്ഛമ്മയൊക്കെ ഇങ്ങനെ ഈ വയൽച്ചുള്ളിയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ട് കഷായം വെക്കുക എന്തൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. എനിക്കൊക്കെ ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് അന്നൊക്കെ. പിന്നെ ഈ അതിനും അച്ഛമ്മയ്ക്കും ഉണ്ടായിരുന്നിട്ട് അങ്ങനെ കാലൊക്കെ വേദന ഇതൊക്കെ. എന്നിട്ട് ഈ തൈലം പറത്തിയിട്ട് എന്താണ് ഒരു ഇല ഉണ്ട് കേട്ടോ, ആ ഇലയുടെ പേരിക്ക് കിട്ടണില്ല. അത് വാട്ടിയിട്ട് ഈ ഇങ്ങനെ കാലും ഒഴിയും. എരിക്കിൻ്റെ ഇല, എരിക്കിൻ്റെ ഇല കാണാൻ തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആശ്വാസം കിട്ടിയിരുന്നു അച്ഛമ്മയ്ക്കൊക്കെ. അപ്പം ഞാൻ എന്തായാലും വയൽച്ചുള്ളി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് മുന്നത്തേക്ക് ആശ്വാസമാണ്. അപ്പോൾ ഈ നീരൊക്കെ ഇങ്ങനെ മൂത്രത്തിലൂടെ ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുക ഡോക്ടർ. അപ്പോൾ എന്തായാലും ഞാൻ വയൽച്ചുള്ളി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തീരുമാനിച്ചിട്ട്, നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് നേരം ഒന്ന് മുള്ളുണ്ടാവും കേട്ടോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പൊട്ടിച്ച് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തിളപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി അങ്ങനെ ഇടയ്ക്കൊന്ന് പോയിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് അത് ഞാൻ കുടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് എല്ലാവർക്കും അല്ല, ഒരു 50 അടുക്കുമ്പോൾ മിക്ക ആളുകൾക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണല്ലേ ഈ സന്ധിവേദന. അപ്പം എനിക്ക് മാത്രമാവില്ല, ഇത് വേദന ഉണ്ടായിട്ടും അത് ഡോക്ടറെ കാണിക്കാതെയും സഹിച്ചിട്ടും കൊണ്ടെടുക്കുന്ന കുറേ ആളുകളുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ചില കൂട്ടുകാർ പറഞ്ഞ് ഇതുപോലുള്ള വീഡിയോ ചെയ്യാം, അതേപോലുള്ള വീഡിയോ ഒന്നും അങ്ങനെ മുഴുവനായിട്ടൊന്നും എനിക്ക് അറിയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമായിട്ട്, അല്ലാതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇനി അങ്ങനെ എൻ്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് വളരെ ഉപകാരമുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ സന്ധികളിലൊക്കെ വേദന നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു അയൽച്ചുള്ളി വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കട്ടാ. അപ്പോൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട്, അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് നല്ല വെട്ടി തിളപ്പിച്ചാൽ മതി. കഷായം പോലെ 2 ഗ്ലാസ് ആക്കൊന്നും വേണ്ട കേട്ടോ. നല്ല വെട്ടി തിളപ്പിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ മതി. അപ്പം നമ്മൾ ഈ മറ്റേ വെള്ളം കുടിക്കുന്നത് 2 പ്രാവശ്യമൊക്കെ ഈ വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കണം കേട്ടോ. എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊന്നും ആവില്ല, നമ്മളെപ്പോലെ 50 പ്രായം വരുന്ന ആളുകൾക്ക് കേട്ടാ, കൂട്ടുകാർക്കാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളിത് ജീവിതത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അങ്ങനെ വേദന ഉള്ളവർ നീർക്കെട്ട കൊഴിഞ്ഞ് പോകാനൊക്കെ ഒരുപാട് ഗുണങ്ങളാണ് എനിക്ക് ആയുർവേദ ഡിസ്പെൻസറിയിലത്തെ ഡോക്ടർ പറഞ്ഞു തന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പൈസയ്ക്കൊന്നും ചിലവുള്ളതെന്നല്ലല്ലോ. പക്ഷെ അങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടെച്ചെങ്കിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത് കേട്ടോ. നല്ല ഡോക്ടറെയൊക്കെ കാണിക്കുക. കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ ഒരു വയൽച്ചുള്ളിയുടെ തിളപ്പിച്ചിട്ട് അതും കുടിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ശരീരത്തിലുള്ള ജോയിൻറ്റിലൊക്കെ ഉള്ള നീരൊഴിഞ്ഞ് പോകാനും. അപ്പോൾ അങ്ങനെ വയൽച്ചുള്ളിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ. അപ്പോൾ വയൽച്ചുള്ളി എന്നും പറയും ചിലർ ചേറ്റ് മൈലാഞ്ചി എന്നും പറയും അത്ര കേട്ടാ. അവിടെ ആ വീടിൻ്റെ അടുത്തുള്ള അവൾ പറഞ്ഞതാണ് ചേറ്റ് മൈലാഞ്ചി എന്നാണ് ഞങ്ങളൊക്കെ പറയുകയെന്ന്. അപ്പോൾ പല പേരാവും കേട്ടോ ഓരോ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ഇതാണ് ഈ മുള്ളായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ കടോടക്കനെ പറിക്കോ അങ്ങനെ ഉണ്ടാവും കേട്ടോ കടോടക്കനെ. പക്ഷേ ആകെ വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ആകെ ചേറാട്ട അടിയിൽ.
അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ കടയ്ക്ക് വെച്ചിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ദിവസത്തേക്കുള്ളത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, തീരുന്നതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊക്കെയായിട്ട് വന്നിട്ടാ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എന്തായാലും ആദ്യമായിട്ട് കുടിക്കുകയാണല്ലോ. അപ്പോൾ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ നല്ല ഇതിലും കയ്പുള്ള കഷായം ഞാൻ കുടിച്ചിരുന്നിട്ടാ, നമ്മളെ അസുഖം ഏതാണുള്ളൂ വെച്ചിട്ട്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, നമ്മൾ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യട്ടാ. വീഡിയോ കണ്ട് നിങ്ങളെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടാ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയില്ല കേട്ടോ, ഒരു കുട്ടീനെയും കൂട്ടിയിട്ടാ. പിന്നെ എന്നാൽ വെള്ളം പൊന്തിക്കിയിട്ട് പോയ വീട്ടിലേക്ക് ആൾക്കാരൊന്നും വന്നിട്ടില്ല. അവിടുത്തെ വെള്ളമൊക്കെ നല്ല വലിഞ്ഞിരിക്കണം കേട്ടാ. വടക്കോർത്ത് വർക്കരയ്ക്കൊക്കെ വെള്ളം കയറിയത്രേ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ അതിൽ നിന്നൊരു 4 എണ്ണം ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്ക് ഇതിന്മേ വല്ല മാറാല പിടിച്ചിട്ടാ 8 കാലിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതിൻ്റെ ശേഷം മുറിച്ച് നന്നായി ക്ലീൻ ചെയ്തിട്ടാട്ടാ. 2-3-4 പ്രാവശ്യം ക്ലീൻ ചെയ്ത് തിളപ്പിച്ചെടുക്കുക കേട്ടാ. ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കുടിക്കാനുള്ള സംഭവം കിട്ടിയിട്ടാ. അങ്ങനത്തെ ഒക്കെ ആയപ്പോൾ പിന്നെ കയ്പാ, ഒരു ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ചവർപ്പ് പോലെ മാത്രം കേട്ടാ, അല്ലാണ്ട് കയ്പ ഒന്നുമില്ല കേട്ടാ. ഒരു ഗ്ലാസ് ഞാൻ കുടിച്ച്, ഒരു ഗ്ലാസും കൂടി ഉണ്ട് കേട്ടാ. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ഞാൻ തിളച്ചതിൻ്റെ ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ തിളപ്പിച്ചിട്ടാ. അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കടവടക്കനെ പറിച്ചിട്ട് അങ്ങനെ തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം.